എന്തിനാണ് ചെന്താമര സുധാകരന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് എന്ന ചോദ്യത്തിന് പോലീസിന് നൽകിയ ഉത്തരം ഇങ്ങനെ: നെല്ലിനിടയിൽ വളരുന്ന കളകൾ നമ്മൾ തന്നെ പറിച്ചു കളയണം, ദൈവം മാറ്റുമെന്ന് കരുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് തന്റെ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായ സുധാകരനെയും കുടുംബത്തെയും ഇല്ലാതാക്കിയതെന്നാണ് ചെന്താമര പോലീസിനോട് പറഞ്ഞത്. ടാങ്കർ ലോറി ഡ്രൈവറായ ചെന്താമര കഠിനാധ്വാനിയായിരുന്നു. താൻ പ്രണയിച്ച് വിവാഹം കഴിച്ച വിലാസിനിയുടെ പേരിൽ 5 സെന്റ് വസ്തു വാങ്ങി. ആദ്യം ചെറിയ ഒരു ഓലപ്പുരയായിരുന്നു വെച്ചത്. പിന്നീട് അതിൽ കാണുന്ന കോൺക്രീറ്റ് വീടായി നിർമ്മിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സുധാകരൻ തൊട്ടടുത്തുള്ള വീട് വാങ്ങുന്നത്. ഇതിനുശേഷം ചെന്താമരയുടെ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എഞ്ചിനീയറിംഗ് ബിരുദത്തിന് പഠിക്കുന്ന മകൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കാതെയായി. ഭാര്യ പലപ്പോഴും തന്നോട് കോപിക്കുന്നു. ഇതിന് പരിഹാരമായി തൃശൂർ മാളയിലുള്ള ചാത്തൻ മഠത്തിൽ പോയി പ്രശ്നം വെച്ച് നോക്കി. അപ്പോഴാണ് മുടി നീട്ടി വളർത്തിയ സ്ത്രീയുടെ വീട്ടിൽ നിന്നാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് മനസ്സിലായത്. അന്ന് 200 രൂപയാണ് ചാത്തൻ മഠത്തിൽ ദക്ഷിണയായി ചെന്താമര നൽകിയത്. സുധാകരനും കുടുംബവും ഇല്ലാതായാൽ തനിക്ക് വെച്ചടി അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഇയാൾ വിശ്വസിച്ചിരുന്നു. പുലിയുടെ മുന്നിൽ എത്ര വലിയ കൊമ്പുള്ള ആട് നിന്നാലും പുലി ചെയ്യേണ്ടത് ചെയ്യും എന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മറ്റൊരു മൊഴി. താൻ പുലിയാണെന്നാണ് ഇയാൾ സ്വയം ധരിച്ചിരുന്നത്. സംഭവത്തിന് ശേഷം മലയിലേക്ക് കയറിയ ചെന്താമര പോലീസിന്റെ ഓരോ നീക്കവും മലയ്ക്ക് മുകളിൽ നിന്ന് നിരീക്ഷിച്ചിരുന്നു. എന്തിനാണ് രാത്രിയിൽ മടങ്ങി വന്നത് എന്ന് ചോദിച്ചപ്പോൾ സാറന്മാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി വന്നതെന്നാണ് ചെന്താമര പറഞ്ഞത്. 2019 കൊലപാതകത്തിൽ ചെന്താമരയ്ക്ക് ജാമ്യം എടുത്തു നൽകിയ വടവന്നൂർ സ്വദേശിയോട് പറഞ്ഞിരുന്നു താൻ ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന്. പ്രണയിക്കുന്നതിനിടയിൽ ഡിഗ്രി വരെ പഠിപ്പിച്ച ഭാര്യ താൻ ജയിലായപ്പോൾ ഒരു ദിവസം പോലും തന്നെ കാണാൻ വരാത്തതിലുള്ള പകയാണ് ഇതിന് പിന്നിൽ. വടവന്നൂർ സ്വദേശി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെന്താമരയുടെ ഭാര്യ വിലാസിനിയെ സഹോദരന്മാർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് ചെന്താമര സുധാകരനെ ലക്ഷ്യമിട്ടത്. 2 അടിയിലധികം നീളമുള്ള പിടി കൊടുവാളിന് ഇയാൾ പ്രത്യേകമായി ഇട്ടിരുന്നു. സുധാകരനെ വെട്ടിയ ആദ്യ വെട്ടിൽ തന്നെ പിടി ഒടിഞ്ഞ കൊടുവാൾ താഴെ വീണു. താഴെ വീണ കൊടുവാൾ എടുത്താണ് പിന്നീട് സുധാകരനെയും ലക്ഷ്മിയെയും ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്.